ഹായ്. ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ മഴയാണ്. അപ്പോൾ ഇന്ന് ഉച്ചവരെ സ്കൂളും ഉണ്ടായിട്ടില്ലോ. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമായി, 5 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഋഷിക്കിൻ്റെ വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളെല്ലാം നമുക്ക് കാണാച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരമായി, ഇനി കുളിപ്പിക്കണം. പിന്നെ കുറച്ച് ഏട്ടനെല്ലാമായിട്ട് കുറച്ച് കുഴപ്പമാക്കാനുണ്ട്. അപ്പോൾ രാവിലെ എണീച്ചാൽ പിന്നെ ഓനിങ്ങനെ കുറച്ച് സമയം പാല് കുടിച്ച് കളിക്കും, ഉറങ്ങും, ഇങ്ങനെയെല്ലാം. അപ്പോൾ വൈകിട്ട് ആയാൽ പിന്നെ കുളിപ്പിക്കലും, പിന്നെ രാത്രി സന്ധ്യ വരെ കുറച്ച് കളിക്കും. പിന്നെ ഉറക്ക് വന്ന ഒരു കുഴപ്പമുണ്ട്, ഈ ഭാഗത്ത് ഒരാൾക്ക് നിൽക്കുകയൊക്കെ ഇല്ല, അങ്ങനത്തെ കുഴപ്പമാക്കും. എന്നാ നീ എന്താ കുഴപ്പമോ കൊടി. അപ്പോൾ ഇപ്പം ഞാൻ കുളിപ്പിക്കാൻ നോക്കലാന്ന്. ഇവനെ കുളിപ്പിക്കൽ ബാത്ത് ടബിലാന്ന്. ഞാൻ ഒരു 2 മാസം ഉണ്ടാകുമ്പോൾ ഒരു ബാത്ത് ടബ് വാങ്ങിന്. അപ്പോൾ അതിൽ കുളിപ്പിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് അവൻ കുളിക്കാൻ നിൽക്കും. അല്ലെങ്കിൽ ഈ ഭാഗത്തൊരാൾക്ക് ആവൂല. കുട്ടീനെ കുളിപ്പിക്കുന്നുണ്ടല്ലോ ആടാ പറയൂ. അപ്പോൾ ഇപ്പോൾ ഇവനെ കുളിപ്പിക്കുന്ന ഒരാളറിയില്ല, ഒരു ഒച്ചപ്പാടും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ അതിലാന്ന് ഇപ്പോൾ കുളിപ്പിക്കൽ. അപ്പോൾ ഏട്ടൻ കുളിച്ചു കേട്ടാ, കുളിച്ചു. ഏട്ടൻ ഇപ്പോൾ ഒറ്റയ്ക്ക് കുളിക്കല. എന്നിട്ടാ ഞാൻ ഇവന് വയറ്റിലാവുന്ന വരെ 3 മാസം വരെ ഞാൻ ഇവനെ കുളിപ്പിച്ചിന്. പിന്നെ നിങ്ങളെ ഇടക്കിടക്ക് എപ്പെങ്കിലാന്നേ. അപ്പോൾ അതുവരെ ഞാൻ ഇവനെ ഞാൻ തന്നെ കുളിപ്പിക്കല. അതിന് ശേഷം പിന്നെ എനിക്ക് ഒന്ന് ക്ഷീണമായി, അതൊന്ന് കയ്യാത്തലായി. പിന്നെ ഇവനെ കൊണ്ട് എനിക്കാവൂല, ഇവൻ വയറ്റിലുള്ള കൊണ്ട്. അപ്പോൾ എനിക്ക് തന്നെ കുളിക്കാൻ കഴിയില്ല, നീരാനും വയറായ കൊണ്ട് കാലെല്ലാം വിചാട്ടണ കൊണ്ട് ഞാൻ തേപ്പിക്കലാന്ന്. അപ്പോൾ അതിന് ശേഷം വാവയോട് ഋത്തിക്കോട് പറഞ്ഞ് നീ എന്നെ ഒറ്റയ്ക്ക് കുളിച്ചോ വാവയെ പറഞ്ഞ് അങ്ങനെ പഠിച്ചു. ഇപ്പോൾ ഓൻ തന്നെയാണ് ഒറ്റയ്ക്ക് കുളിക്കൽ. ഇപ്പോൾ ഇവനെ മാത്രം കുളിപ്പിക്കൽ പരിപാടി എനിക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് ഋഷിക്കിൻ്റെ കുറച്ച് രാത്രിത്തെ കുറച്ച് എല്ലാം നമുക്ക് കാണാം, കലാപരിപാടികളെല്ലാം കാണാം.